ഈ തവണത്തെ സംസ്ഥാന ചലച്ചിത്ര പുരസ്കാരത്തിൽ ഞാൻ ഏറ്റവും കൂടുതൽ ശ്രദ്ധിച്ചിട്ടുള്ളത് അഭിനയത്തിന് നൽകിയ പുരസ്കാരങ്ങളാണ്. പ്രത്യേകിച്ചും അഭിനയത്തിനായി നൽകിയ പുരസ്കാരങ്ങളെല്ലാം തന്നെ ഗംഭീരമാണ്. ഫെമിനിച്ചി ഫാത്തിമയിലെ അഭിനയത്തിന് ഷംല ഹംസയ്ക്കും അതുപോലെ ബ്രഹ്മയുഗത്തിലെ അഭിനയത്തിന് മമ്മൂക്കയ്ക്കും ഒക്കെ കൊടുത്തിരിക്കുന്ന അവാർഡ് അത്യുഗ്രൻ എന്ന് തന്നെ വേണം പറയാം. അത്രമേൽ ഗംഭീരമായി ജൂറി ഈ തീരുമാനങ്ങൾ നടപ്പിലാക്കിയിട്ടുണ്ട്. ഇനി അഭിനേതാക്കളുടെ കാര്യമെടുത്താൽ ആസിഫ് അലിക്കും ടൊവിനോ തോമസിനും സൗബിൻ ഷാഹിറിനും എല്ലാം കൃത്യമായി തന്നെ അവരുടെ അഭിനയ പ്രകടനത്തിന് അവാർഡുകൾ നൽകി എന്ന് വേണം പറയാൻ. കാരണം ആസിഫ് അലിയെ സംബന്ധിച്ച് അദ്ദേഹത്തിന്റെ കരിയറിലെ തന്നെ ഏറ്റവും മികച്ച പ്രകടനമായിരുന്നു കിഷ്കിന്ധകാണ്ഡത്തിലേത്. അതുപോലെ തന്നെ അദ്ദേഹത്തിന് ലെവൽ ക്രോസിലൊക്കെ അഭിനയം ഉണ്ടായിരുന്നു കൂട്ടായിട്ട്. അപ്പോൾ അദ്ദേഹത്തിന് തീർച്ചയായിട്ടും ഒരു പുരസ്കാരം അർഹിച്ചിരുന്നു. അദ്ദേഹത്തിന് സ്പെഷ്യൽ ജൂറി അവാർഡ് ലഭിച്ചു അഭിനയത്തിന്. ടൊവിനോ തോമസിനും ARMലെ ഗംഭീര പ്രകടനത്തിന് പുരസ്കാരം ലഭിച്ചു. സ്പെഷ്യൽ ജൂറി അവാർഡ് തന്നെയാണ് ലഭിച്ചത്. പക്ഷെ അവരെക്കാളൊക്കെ ഒരു പടി മുകളിലുള്ളത് മമ്മൂക്കയാണ്. മുൻപ് 2023 അദ്ദേഹം അവാർഡ് നേടിയിരുന്നു എങ്കിലും ഈ തവണയും ആ അവാർഡിന് അദ്ദേഹം തന്നെയായിരുന്നു അർഹിച്ചത്. കാരണം അത്രമേൽ ഗംഭീരമായ പ്രകടനമാണ് രാഹുൽ സദാശിവത്തിന്റെ ബ്രഹ്മയുഗത്തിൽ മമ്മൂക്ക നടത്തിയത്. ജൂറി എന്തായാലും വളരെ കണിശമായി തന്നെയാണ് അവാർഡുകൾ പ്രഖ്യാപിച്ചതെന്ന് മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. കാരണം മഞ്ഞുമൽ ബോയ്സ് പോലെ ഒരു ഗംഭീര കൊമേഴ്സ്യൽ സിനിമ, തിയേറ്ററിൽ വലിയ വിജയം നേടിയ സിനിമ, അതൊരു കൊമേഴ്സ്യൽ സിനിമയായതുകൊണ്ട് പുരസ്കാര വേദിയിൽ തള്ളപ്പെട്ടില്ല. ഏറ്റവും കൂടുതൽ പുരസ്കാരം നേടിയ സിനിമയും മഞ്ഞുമൽ ബോയ്സ് ആണ്. മികച്ച സംവിധായകൻ ഉൾപ്പെടെ നിരവധി പുരസ്കാരങ്ങൾ മഞ്ഞുമൽ ബോയ്സ് നേടി. അത് അർഹിക്കുന്ന അവാർഡ് തന്നെയാണ്. കൊമേഴ്സ്യലായി പോകുന്ന ഒരു സിനിമയ്ക്ക് പുരസ്കാരങ്ങൾ നൽകേണ്ടതില്ല എന്നുള്ള പണ്ടത്തെ ജൂറിയുടെ തീരുമാനങ്ങളൊക്കെ മണ്ടത്തരമാണെന്ന് ഇപ്പോൾ തോന്നാറുണ്ട്. അത് തിരുത്തിക്കൊണ്ട് തന്നെയാണ് ഇപ്പോഴൊക്കെ ജൂറി പ്രവർത്തിക്കാറുള്ളതും. എന്തായാലും ആ കാര്യത്തിൽ പ്രകാശ് രാജിന്റെ നേതൃത്വത്തിലുള്ള ജൂറിക്ക് വലിയ കയ്യടികളുണ്ട്.